റാവു പട്ടേലിന്റെ സ്വന്തം ആളാ. നിങ്ങളെ പോലീസിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി പട്ടേൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. അതാ റാവു ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ ഇറങ്ങി പോകാൻ തുടങ്ങിയാൽ അത് പട്ടേലിനും കൂടി കുഴപ്പം ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഈ മുറിവും വെച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ആള് എവിടെ പോവാനാ? അവിടെ കിടക്കാൻ പറ. നിന്റെ ഉപദേശം ഇവിടെ ആരും ചോദിച്ചില്ല. അയ്യോ, ഉപദേശം കൊടുക്കലല്ല, ഉപകാരം ചെയ്യലാണ് എന്റെ തൊഴിൽ. ഞങ്ങളെപ്പോലുള്ള വാസവദത്തമാർ ചെയ്യുന്ന സേവനം എത്ര വലുതാന്നറിയില്ലേ? സത്യത്തിൽ ഞങ്ങളോട് അല്പം ബഹുമാനത്തിൽ പെരുമാറണം. ഏയ്, ഇങ്ങനെ പല്ലളിക്കുന്നത് തെറ്റാട്ടോ. என்ன ரத்னம், எப்படி இருக்க? சௌக்கியமா? வணக்கம். என்ன ராவ், ஒரு அர்ஜென்ட் மாற்றத்துக்காக கூப்பிட்டா எவ்வளவு லேட்டா? ஒண்ணும் இல்ல, ஒரு பழைய ஃபைல் பார்த்துட்டு இருந்தேன். ஆமா. போலீஸ் கிட்ட மாற்றுறதுக்கு முன்னால ரெட்டி உன்னை பிடிக்கிறதுக்காக அரைஞ்சுக்கிட்டு இருந்தா. நல்ல வேலை, பட்டேல் உனக்கு அடைக்கலம் கொடுத்தாரு. அசிஸ்டன்ட் கமிஷனர்? அசிஸ்டன்ட் கமிஷனர் ரெட்டிக்கு தான் ஐயா சப்போர்ட் பண்ணுவா. கவர்மெண்ட் கொடுக்கறத விட 4 மடங்கு சம்பளம் கொடுக்கறாருல்ல. நீ அதை பத்தி ஒண்ணும் கவலைப்படாத. நான் இருக்கிற வரைக்கும் ஒண்ணும் நடக்காது. எலே, வெளிய மட்டும் தலை காட்டாத, ஏன்னா என் தலை போயிடும். வாங்க வாங்க. ഇയാളുടെ പിൻബലത്തിലാ പട്ടേലിന്റെ എല്ലാ കളികളും. പകരം ഇവിടെ പുതിയതായി വരുന്ന പെൺകുട്ടികളെ ആദ്യം റാവുവിന് കാഴ്ചവെക്കണം. ഈ തെണ്ടിക്കൊക്കെ അത് മതി. എച്ചിൽ കൂനയിലെ പട്ടിയുടെ ആർത്തി അയ്യാക്ക് പെണ്ണുങ്ങളെ കാണുമ്പോ. ഇത് ശകല ഉള്ളിലെത്തിയാൽ വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാവും. ഒഴിക്കട്ടെ? ഞാൻ വേദനയൊന്നും അറിയുന്നില്ല. ഒരു മരവിപ്പ മനസ്സിനും ദേഹത്തിനും. ശ്വാസം നിലയ്ക്കുന്നത് വരെ അതങ്ങനെ തന്നെ നിൽക്കും. അപ്പോ